പോവല്ലേ? ആ നിങ്ങൾ തുടങ്ങിക്കോ, ഇവിടെ ഒരുപാട് പണിയുണ്ട്. ശ്രീധരൻ എന്നല്ലേ കളിക്ക് ഉഷാറുണ്ടാവുള്ളൂ. ഇവിടത്തെ കോന്തന്മാരെ വിശ്വസിച്ച് ഒരു വഴിക്ക് ഇറങ്ങാൻ നോക്കൂല. കണ്ണു തെറ്റി ആകെ കൊളാക്കും. ഇന്നലെ ശ്രീധരൻ എന്താ ക്ലബിൽ വരായിരുന്നത്? നാടകത്തിൽ ഹീറോ ആവണമെന്ന് പറഞ്ഞ് നടന്നാ പോരാ. ആനിവേഴ്സറി അടുത്തില്ലേ, നല്ലൊരു നാടകം സെലക്ട് റിഹേഴ്സൽ തുടങ്ങട്ടെ. ഞാൻ രാത്രി വരാം. കരി പിടിച്ചാത്മാവ് എന്നൊരു നാടകമുണ്ട്, കരക്കേട്ടില്ല, കരഞ്ഞു പോവും. അതിലെ രമേശൻ ശ്രീധരേട്ടൻ കലക്കണം. ലവ് സീൻ ഉണ്ടോ? ലവ് സീൻ അങ്ങനെയില്ല, രമേശൻ ക്ഷയരോഗിയാ. ആ കളി വേണ്ട, ക്ഷയരോഗം. നല്ല ലവ് സീനും പാട്ടും ഒക്കെ ഉള്ള റോൾ ഉണ്ടെങ്കിൽ മതി, നമുക്ക് സെലക്ട് ചെയ്യാന്നേ. നാടകം കണ്ടാലേ പെണ്ണുങ്ങളെല്ലാം കൂടി ഓടി വന്ന് ശ്രീധരേട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മാറണം. അങ്ങനെയുള്ള റോള് ചെയ്താൽ മതി. എന്നാ പിന്നെ നമുക്ക് വല്ല നീ എങ്ങോട്ട്? ഇന്നൊരു 2 ഗെയിം കളിക്കണം, നടു വന്ന് നിവർത്തണം. കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ആ മാർഫോറിന്റെ എഞ്ചിൻ ഒന്ന് അയക്കണം, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അയച്ചിടത്തുള്ള എഞ്ചിനെല്ലാം മതി. ചൂടാകാതെ ആരാണ്? നമുക്ക് ഒരുമിച്ച് പോവാം. നിങ്ങളില്ലേ, ഞങ്ങൾ വന്നേക്കാം. ശ്രീധരേട്ട വരാതെ. നമുക്ക് പോവാം. ചെല്ലു ചെല്ലു, അത് നോക്ക്, കളിക്കാൻ പോണ്ടേ? ആ 7-3 ആണെന്ന്. അല്ലല്ല, 6-3 നേരത്തെ തെളിയിക്കുന്നതാ. നേരത്തെ 5-3 ആയിരുന്നു. ശ്രീധരേട്ടൻ സ്കോർ എടുക്കാൻ തുടങ്ങി. 6-3 കളിക്കും ചേട്ടാ. 7-3 ആണ്. അല്ലല്ലേ, ആ എന്നാ വേണ്ട, ഞാൻ നിങ്ങളെ പോലെ കള്ളം പറയുന്നില്ല. 6-3. അങ്ങനെ വഹിക്കുവാ. 6-3. ആകാശവാണി. കാറ്റ് തനിക്കാലത്ത് പോയാ സ്ഥാനം പഠിക്കാൻ നോക്ക്. ഔട്ടോ ലൈന്റെ 10 അടി ഇപ്പുറത്തെ പന്ത് വീണത്. 10 കള്ളം പറയാതെ കളിച്ച് കഴിക്കാൻ നോക്കി. ശ്രീധരേട്ടനെ നാക്കെട്ടെന്നാണ് പറയുന്നത്. ഓ പിന്നെ ചേട്ടാ ബോൾ ആകത്താകും. നീ എന്താണ് എപ്പോഴും അവരുടെ പാഠം പറയുന്നത്? നോക്ക്, പന്ത് വീണ പാട് നോക്ക്. എന്നും തല്ല വെറുതെ ഓരോരോ ഭ്രാന്ത്, അല്ലാതെ എന്ത് പറയാനാ? സമയമാണ് വിളക്ക് എത്തിച്ചിട്ട് നാമം ചെല്ല. ആ വിചാരമൊന്നുമില്ല, വളർന്ന് കൊന്നത്തെങ്ങ് പോലെയായി. ശ്രീധരന്റെ കല്യാണക്കാരൊക്കെ എന്തായി? എന്തിനെപ്പോ ഇത്ര ധൃതി വെച്ച് കെട്ടിക്കുന്നത്? അവന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല. കണ്ടില്ല പിള്ളേരോടൊപ്പം കിടന്ന് ചാടി തുള്ളുന്നത് ഈ പ്രായത്തില്. എന്തിനാ തന്നാ മതി.